ഹലോ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മലയാളം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 13ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോലീസുകാരനുണ്ടല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ ആ കൊല ചെയ്തവർ ആരാണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിച്ച് തീരും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട്. ബാങ്കിന് പോയി കഴിഞ്ഞാൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ട് ബാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കൊന്നും ഇനി നിന്നെ വേണ്ട, ഞാൻ എന്റെ പഴയ എക്സുമായിട്ട് ജോയിൻ ആയി. അപ്പൊ ഇത്രയും കാലം എന്നെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ വന്നു, ഇനി എന്തായാലും എനിക്ക് നിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവള് പോകുന്നുണ്ട്. ഇവനും അതിന്റെ വിഷമത്തിൽ വെള്ളടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ തന്നെ അസിസ്റ്റന്റ് വന്നിട്ട് മതി നിർത്ത്, നീ എന്തിനെങ്ങനെ അടിക്കുന്നത് ചോദിക്കുമ്പോ ഇവനും എല്ലാ പെൺപിള്ളേരും ഒരുപോലെ തന്നെയാണ്, എല്ലാരും എന്നെ പറ്റിക്കുകയാണെന്ന് പറയുമ്പോ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എല്ലാരും നിന്റെ വീടും പണമൊക്കെ കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത്, നിന്നെ ശരിക്കും സ്നേഹിക്കുന്നതായിട്ട് ശരിക്കും ആരുമില്ല. ഇവനും അത് കേട്ടതും അതെ എല്ലാവരും എന്റെ പൈസക്കും എന്റെ ശരീരത്തിനും വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോ അസിസ്റ്റന്റ് ഒരുമാതിരി നോക്കിയിട്ട്, എന്ത് നിന്റെ ശരീരത്തിനോ? ഇവനും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഇവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഇയറിങ്സ് ഇവൻ കൈ പിടിച്ചിട്ട്, ശരിയാണല്ലോ ഇവൻ എന്റെ അടുത്ത് ഇതുവരെ പൈസയോ വീടോ ഒന്നും ചോദിച്ചിട്ടില്ല, ഇവന് മാത്രമാണ് എന്നെ ശരിക്കും സ്നേഹിക്കുന്നത്. ഇവരും ഒരു ദിവസം ഡേറ്റ് പോയിട്ടുണ്ടായിരിക്കില്ലേ, ആ ദിവസമൊക്കെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ചെറുപ്പത്തിലാണ് ഇതിൽ കയറിയിട്ടുള്ളത്, പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവരാണ് കയറുന്നത്, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതിന് ബദലായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ഇതിൽ ആദ്യമായിട്ട് കയറുന്ന പോലെയാണുള്ളത്, അല്ലെങ്കിൽ തന്നെ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഓർക്കുന്നത്, പുതിയ ലൈഫ് പുതിയ ജീവിതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം, അതല്ലേ സൂപ്പർ എന്ന് ഇവളെടുത്ത് ചോദിക്കുമ്പോൾ ഇവൾക്കും ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്. എന്താ ഇവനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ടാണ്. അങ്ങനെ തന്നെ ഇവള് ഉറങ്ങുമ്പോ ഇവനും എന്താ ഇവള് എന്റെ മേത്ത് കിടന്ന് ഉറങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവളെ എണീപ്പിക്കാൻ നോക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ വേണ്ട പാവല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വിടുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വാങ്ങി ഇവിടെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്. അവൾ എന്റെ അടുത്ത് ഭയങ്കര രൂപമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിൻ നോക്കി കഴിഞ്ഞാല് അവള് പാർക്കിൽ ഇരുന്നിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ തന്നെ ഇവളുടെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഇവളെ തന്നെ നോക്കുന്നുണ്ടിട്ട് ഇവളും അവന്റെ പേരിക്ക് ഇത് നീട്ടിയിട്ട്, നിനക്കെന്താ വേണോന്ന് ചോദിക്കുമ്പോ ആ കുട്ടിയും അതെ എനിക്ക് വേണോന്ന് പറയുമ്പോ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയി മേടിക്കുന്നും പറഞ്ഞ് ഇവിടെ തിരിഞ്ഞിരുന്ന് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോ ഇവളും, അല്ല നിന്റെ അച്ഛനും അമ്മയ്ക്ക് എവിടെയാണ്, നിന്റെ പേരെന്താ, അവരുടെ പേരെന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുവിടാന്ന് പറയുമ്പോ, എനിക്ക് പേര് തന്നെ ഇതുവരെ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോ, നിനക്ക് പേര് വെച്ചിട്ടില്ലേ, ഇത്രയും വലുതായിട്ടും നിനക്ക് എന്താ പേര് വെക്കാതെ? എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പേര് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോ, ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കുഞ്ഞ് ഇത്രയും വലുതായിട്ട് പേര് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ ആക്ച്വലി ഇവളുടെ കുഞ്ഞിനെ പറ്റി സ്വപ്നം കാണുമായിരിക്കും. ഇവളും വേഗത്തിൽ വീട്ടിലോട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവളും നമ്മുടെ കുഞ്ഞിന് പേര് വെക്കാത്തതുകൊണ്ട് തന്നെ അവൻ നല്ല ഫീൽ ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും അവന് പേര് വെക്കണമെന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇവ ഉണ്ടാക്കി വെച്ച ഫുഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ഓക്കെ ആദ്യം ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് നോക്കാം പേരിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളൊരു ബൊക്കെ ഷോപ്പിൽ പോയിട്ട് ബൊക്കെ വാങ്ങിയിട്ട് വരുമ്പോ അവളുടെ പുറകെ തന്നെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവളും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ഇവൾക്കൊരു ഫീൽ വരും, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഇവിടെ തിരിച്ചു നോക്കുമ്പോ ആരെയും കാണുന്നില്ല അവിടെ. ഓക്കെ നമ്മുടെ പുറകിൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ വീണ്ടും ഇവിടെ ഫോളോ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇവൾക്കും പേടി തോന്നിയിട്ട് വേഗം അവിടുന്ന് ഓടി പേപ്പർ സ്പ്രേയും കൈ പിടിച്ച് ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ട്. അവനെങ്ങാനും എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് അവനെ തിരിച്ചറ്റാക്ക് ചെയ്യാന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവളുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നിട്ട് ഒരു കൈ പിടിക്കുന്നുണ്ട്. ഇവളും ആരാന്ന് പോലും നോക്കാതെ പെപ്പർ സ്പ്രേ എടുത്ത് അടിക്കുന്നുണ്ട്. ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ആയിരിക്കും. ഇവനും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവളും സോറി അറിയാതെ ചെയ്താണെന്നും പറഞ്ഞിട്ട് ഇവന്റെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇവരങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്ലനും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഇതില് മുകളിൽ നിന്ന് എല്ലാം നോക്കുന്നുണ്ട്. സീൻ കട്ടി കഴിഞ്ഞാല് എല്ലാരും കൂടെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്തിന്റെ ക്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുഞ്ഞിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ ക്ലാസ് ആണ്. എല്ലാവരും ഇതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ഗേൾ ഫ്രണ്ടും ഇവൻ എന്തിന്റെ കേടാ, ഇവൻ ഒരുപാട് തിരികെ ഇല്ലേ എന്ന് പറയുവാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ബാങ്ക് ആ മോണിച്ചർ ഫ്രണ്ട് ഉണ്ട് അവന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇവനും വേഗം വന്ന് തടുത്തിട്ട്, അല്ല നിനക്ക് എത്ര കാശ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ ഞാൻ തരാം, ഇവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഇവളും എനിക്കൊന്നും നിന്റെ ബോയ് ഫ്രണ്ടിനെ വേണ്ട, നീ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോ ഇവളും പോരെ എന്റെ കൂടെ പോരെ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമ്മുടെ ഹീറോയിനും ബാങ്കിന്റെ ഗേൾ ഫ്രണ്ട് അടുത്ത് പോയിട്ട് ക്ലാസ്
ഡാൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അതേസമയം ബാങ്ക് വന്നിട്ട് ഓക്കെ രണ്ടാമത്തെ ഡേറ്റ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ അതെ ഇവിടെ നോക്ക് ഇതൊന്നും കണക്കിൽ വരത്തില്ല, ഇതൊന്നും ഡേറ്റിൽ കൂട്ടാൻ പറ്റില്ല എന്ന് ഇവിടും പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതെ അതെ ഇതൊന്നും കണക്കിൽ വരില്ല, ഇത് ഞാൻ വിളിച്ചിട്ട് വന്നതാണ്, നിനക്ക് എന്തായാലും അടുത്ത ഡേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും ഹീറോയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാൻ നമുക്ക് പോയി കഴിക്കാം. ഇവളും കുറെ ലിസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ മോൺസ്റ്റർ ഫ്രണ്ട് ഇല്ലേ അവളും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബാങ്കിന്റെ അടുത്ത് അവളുടെ ഗേൾ ഫ്രണ്ട് നിനക്ക് എന്താ ഡേറ്റിന് വരാൻ പറ്റുക, സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ എന്തെങ്കിലും വാന്ന് പറയുമ്പോൾ ഇവനും ഇല്ലല്ല എനിക്ക് സാറ്റർഡേ ഫ്രൈഡേ ഒന്നും പറ്റില്ല, ഫുള്ള് ബിസി ആണെന്ന് പറയുമ്പോൾ ഓക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ സൺഡേ എന്തായാലും ഡേറ്റിന് വരണം, ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ എന്റെ ഡ്രൈവറിനെ നിന്റെ അടുത്ത് വിട്ട് വിടാം അങ്ങനെ പറഞ്ഞ് ഇവനെ വേട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് നമ്മുടെ മോൺസ്റ്റർ. അവള് ഇത് കണ്ടിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് തിരിച്ച് വീടിന്റെ അവിടെ എത്തിയിട്ട് മോൺസ്റ്റർ ഫ്രണ്ടിന്റെ അടുത്ത് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവളും അയ്യോ കുട്ടി അനങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും അവളെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളും നിന്റെ അടുത്ത് ഞാൻ ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ആണോ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ഫ്രണ്ടും ഇതെല്ലാം കണ്ടിട്ട് അയ്യോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, ഇവരെല്ലാം എന്നെ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞു ഓക്കെ എന്തായാലും നിങ്ങളൊക്കെ പോയി ഉറങ്ങെന്നും പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഇവിടെ അവിടുത്തെ പോകുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നടുറോടാണെന്ന് കൂടി നോക്കാതെ പഴയ പോലെ തന്നെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസുകാരനാണെന്നുണ്ടെങ്കിലും ആ മരിച്ച പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആരോ ഡോറിന്റെ കൂടെ വരുന്നതായിട്ട് ഇവര് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരും ഡോർ തുറന്ന് പുറത്ത് പോയി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. തന്നെ ഇവൻ ഡോറ് ക്ലോസ് ചെയ്ത് തിരിഞ്ഞതും നീ എന്നെ തേടിയാണ് വന്നതെന്നുള്ള ഒരു വോയിസ് കേൾക്കും. ഇവനും കണ്ണെടുത്ത് തിരിഞ്ഞതും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടാൻ കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.